ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വാനില കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വാനില കേക്ക് എന്ന് പറയുന്നത് നമ്മൾ മുട്ടയോ അതുപോലെ തന്നെ ഓവണോ ബീറ്ററോ മെഷറിംഗ് കപ്പോ ഒന്നുമില്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ക്രീമൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ അളവുകളും നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലാണ് എടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു അളവിലുള്ള ഒരു ഗ്ലാസ് എടുത്താൽ മതി. എന്നിട്ട് ഇതിൽ തന്നെ എല്ലാം അളന്നെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു കേക്ക് ടിനാണ്. നിങ്ങളുടെ അടുത്ത് കേക്ക് ടിൻ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വീട്ടിലുള്ള സ്റ്റീൽ പാത്രം എടുത്താലും മതി. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. ബട്ടർ പേപ്പർ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുക എന്നുള്ള വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കാം കേട്ടോ. ബട്ടർ പേപ്പർ കൂടെ വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ടിൻ റെഡിയായി. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ ഗ്ലാസ്സിന് കറക്റ്റ് വടിച്ച് ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൈദ നമുക്ക് ഈ ഒരു അരിപ്പയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സ്പൂണിന് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതിനൊരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 വട്ടമെങ്കിലും നമ്മൾ ഈ ഒരു മിക്സ് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഈ ബേക്കിംഗ് പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ആവാൻ കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ഗ്ലാസ്സിന് തന്നെ ഒരു 1/2 ഗ്ലാസ് തൈര് എടുക്കുക. അല്ലെങ്കിൽ അധികം പുളിയില്ലാത്ത തൈര് ഉണ്ടെങ്കിൽ തൈര് എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ മിൽക്ക് പോലെ മോര് പോലെ എടുക്കാവുന്നതാണ്. ഇനി ആ ഒരു തൈരിലേക്ക് ഒരു 3/4 ഗ്ലാസ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ പൊടിച്ച പഞ്ചസാര 3/4 ഗ്ലാസ് ഞാൻ ആ തൈരിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സാധാരണ നമ്മുടെ വീട്ടിലുള്ള തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പഞ്ചസാരയും തൈരും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അതേ ഗ്ലാസ്സിന് തന്നെ ഒരു 1/4 ഗ്ലാസ് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഓയിൽ ചേർക്കുക കേട്ടോ. അതുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മൈദയുടെ ആ ഒരു മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് മിക്സ് ചെയ്യരുത്. പതുക്കെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് കട്ടയൊന്നുമില്ലാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ലാസ്റ്റ് ചിലപ്പോൾ നമുക്ക് ബാറ്റർ ഒരുപാട് അങ്ങ് തിക്കായിട്ട് തോന്നും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പാലൊന്ന് ചേർക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് കട്ടിയിൽ വരും നമ്മുടെ മാവ് ലാസ്റ്റ് ആകുമ്പോൾ. എന്നാൽ ഞാൻ ബാക്കിയുള്ള ഫുൾ പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് അടുത്ത് പാൽ മതി. അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, അതുപോലെ ഒരുപാട് ടൈറ്റും ആവരുത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. ഇനി നമുക്കിത് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് 2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൂടെ കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിത് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ കുക്കറിലാണ്. കുക്കർ തന്നെ വേണമെന്നില്ല കേട്ടോ. ഏതെങ്കിലും വേറെ പാത്രമാണെങ്കിലും മതി. അതിലൊരു സ്റ്റാൻഡോ പാത്രമോ ഇറക്കി വെച്ചിട്ട് 10 മിനിറ്റ് നന്നായി ചൂടാക്കി എടുത്തിട്ടുള്ള കുക്കറാണ്. അപ്പോൾ ചൂടായ കുക്കറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു കേക്ക് ടിൻ ഇറക്കി വെക്കുക. എന്നിട്ട് ഇത് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. 40-45 മിനിറ്റ് എടുക്കും കേട്ടോ. പിന്നെ ഇതിൽ വിസിലിടേണ്ട ആവശ്യമില്ല. കുക്കറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു 40 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഒരു കത്തി വെച്ചിട്ടോ ഒരു സ്ക്വയർ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക. അതിലൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. നന്നായിട്ട് തണുത്ത ശേഷം മാത്രം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയാൽ മതി. എന്നിട്ട് ഞാനിവിടെ ഒരു 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നൂല് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 ലെയറായിട്ടോ 3 ലെയറായിട്ടോ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തേക്കാൻ പോകുന്ന ക്രീം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ റവയും പാലും കൂടെ വെച്ചിട്ട് മിക്സിയിൽ ചെയ്തെടുത്തിട്ടുള്ള ക്രീമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം വാനില കേക്കിനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിനകത്തേക്ക് ചേർക്കുന്ന നമ്മുടെ ടൈഗറിൻ്റെ റോസ് മിക്സ് ആണ്. അപ്പോൾ ഒത്തിരി പേര് ഫുഡ് കളറിൻ്റെ കാര്യമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ടൈഗറിൻ്റെ മിക്സ് നമുക്ക് എല്ലായിടത്തും വാങ്ങാൻ കിട്ടും കേട്ടോ. വലിയ വിലയൊന്നുമില്ല. അപ്പോൾ അതിന് ആ ഒരു ടേസ്റ്റും ഉണ്ടാവും ചെറുതായിട്ട്. അപ്പോൾ അതൊരു 2-3 തുള്ളിയാണ് ഞാൻ ഈ ഒരു ക്രീമിലേക്ക് ചേർത്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു റോസ് കളർ ക്രീം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഒരു ബൗളിൻ്റെ മുകളിലേക്കായിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ടേൺ ടേബിൾ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ കുറച്ച് ക്രീം ആക്കിയിട്ട് നമുക്ക് ഒരു ലെയർ കേക്ക് ഇനി അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ച് നമ്മുടെ കേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ ക്രീം തേച്ച് കൊടുക്കുക. അപ്പോൾ ക്രീം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു കത്തി വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ ബേക്കിംഗ് ടൂൾസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് നന്നായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രീം ഫുള്ളായിട്ട് നമ്മൾ കേക്ക് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ക്രീം ഒട്ടും തന്നെ അങ്ങനെ മെൽറ്റായൊന്നും പോവില്ല കേട്ടോ. അതുപോലെ നമ്മൾ റവ വെച്ചിട്ടാണ് ഈ ഒരു ക്രീം ചെയ്തതെന്നൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ അതിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് നന്നായിട്ട് ക്രീം കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതുപോലൊരു കാർഡ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ കാർഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ക്രീമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം കേക്ക് ഒരു കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ പൈപ്പിംഗ് ജെല്ല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ജെല്ലിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അത് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് നടുക്ക് വേണമെങ്കിൽ പേരൊക്കെ എഴുതാനും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതാനും ഈ ഒരു പൈപ്പിംഗ് ജെല്ല് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ടിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെ കുറച്ച് ഷുഗർ ബൗൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇത്രേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു കേക്ക്. ഒരു ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്